എന്താ ഇവിടെ പറഞ്ഞതാട്ടാ. ഇതൊരുമാതിരി നാണം കെട്ട ഏർപ്പാടായിപ്പോയി. രണ്ടു കുരുടന്മാരുടെ കയ്യിൽ നിന്ന് തല്ലും കൊണ്ട് നീ ഓടുക എന്ന് പറഞ്ഞാൽ എനിക്കത് ഓർക്കാൻ കൂടി നീ അത് ഓർക്കണ്ട. നിനക്കും കിട്ടിയല്ലോ നല്ലോണം, അത് ഓർത്താ മതി. ഇതിങ്ങനെ വിട്ടാ നമ്മുടെ അരി മുട്ടുന്നുള്ള കാര്യം 3.5 തരാം. നമുക്ക് വഴിയുണ്ടാക്കാം. എന്ത് വഴി? എടാ, നമ്മുടെ ബസ് സ്റ്റാൻഡ്, നമ്മുടെ ആൾക്കാര്, നമ്മുടെ കവിത, നമ്മുടെ കാശ്, ഇപ്പൊ എല്ലാം അവരുടേതാ. പോരാത്തതിന് ചക്കച്ചുള പോലത്തെ ഒരു പെണ്ണും. ഇനി നമ്മൾ ആര് മൈൻഡ് ചെയ്യാൻ? നമ്മളെ മൈൻഡ് ചെയ്യും, അല്ലേ ചെയ്യിക്കും. എങ്ങനെ? അവര് പാടട്ടെ. പാടി തീരുമ്പോ കാണിച്ചു തരാം. വെറും പിച്ചക്കാശിന് വേണ്ടിയല്ല ഞങ്ങൾ ഇവിടെ പാടുന്നത്. ഒരു പാവപ്പെട്ട മഹാകവിയെ സഹായിക്കാൻ വേണ്ടിയാണ് അദ്ദേഹത്തിന്റെ കവിതകൾ ഞങ്ങൾ ഇവിടെ ആലപിച്ചുകൊണ്ടിരിക്കുന്നത്. മനോഹരമായ ഈ കവിതകൾ ഇനിയും നിങ്ങൾക്ക് സൗജന്യമായി കേൾക്കാം. അതെ, തികച്ചും സൗജന്യമായി കേൾക്കാം. വാങ്ങുന്നവർ മാത്രം പണം മുടക്കിയാൽ മതി. കവിതകൾ അടങ്ങിയ ഈ സമാഹാരത്തിന് വെറും 15 രൂപ. അന്നും എന്നും എന്നും വെറും 15 രൂപ. അപ്പോൾ ഒരു ക്വാർട്സ് പേന ഫ്രീ. അതെ, ആവശ്യക്കാർ കടന്നു വരൂ. എല്ലാ ഗാനങ്ങളും ഈ പുസ്തകത്തിൽ അടങ്ങിയിട്ടുണ്ട്. ആർക്കൊക്കെയാണ് വേണ്ടത് ഒന്നോർക്കുക. എല്ലാവർക്കും ബാർഗൈനിങ് ഫെസിലിറ്റിയും ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. സുഹൃത്തുക്കളെ, നിങ്ങൾ ഒന്നുകൂടി ഓർക്കുക, ഈ പുസ്തകം നിങ്ങൾ വാങ്ങിക്കുമ്പോൾ ഒരു നേരത്തെ ആഹാരം നിങ്ങൾ പട്ടിണി പാവങ്ങൾക്ക് ദാനം ചെയ്യുകയാണ്. കടന്നു വരൂ, ഒരു സൽക്കർമ്മം ചെയ്യൂ. ഇതോടൊപ്പം മൾട്ടി ലാംഗ്വേജ് പേന ഫ്രീ. കടന്നു വരൂ. ഇത് അവന്മാര് തന്നെ തുടങ്ങാം. വേണ്ട, ആ തിരക്കിന്റെ ഇടയിൽ പോണ്ട. ഇതുകൊണ്ട് ഏത് ഭാഷയും എഴുതാം. ഇത് പിടിച്ചോളൂ. എവിടെ? അയ്യോ, 100 നോട്ടോ? 100 അല്ല 500 തരും. ബാക്കി കാശിന് കവിതകൾ തന്നാ മതിയോ ചേട്ടാ? അത് ചോദിക്കേണ്ട കാര്യമുണ്ടോ? കൊടുത്താൽ പോരെ. വാങ്ങൂ. ദേ നോക്ക്, അവരുടെ കാശും നമ്മുടെ കാശും ഒക്കെ ദേ കിടക്കണം. ഈ ടെക്നിക്ക് എങ്ങനെയുണ്ട്? എന്നാച്ച്? നമ്മൾ ചെയ്തത് ഒരു വലിയ തെറ്റായി പോയോ എന്നൊരു തോന്നൽ. എന്തോ അവന്മാരുടെ അടിയുടെ ചൂട് ഇത്ര വേഗം മറന്നാ? അണ്ടന്മാരായതുകൊണ്ടാണ് ഒരു സിമ്പതി. അവന്മാരല്ലടാ, ആ പെങ്കൊച്ചിന്റെ കാര്യം ഓർക്കുമ്പോഴാണ്. കാഴ്ചയില്ലാത്ത 2 ഏട്ടന്മാരെയും കൊണ്ട് ആ കുട്ടിയല്ലേ കഷ്ടപ്പെടുന്നത്. ചന്ദ്രു, ഈ തെറ്റിന് നമ്മൾ പ്രായശ്ചിത്തം ചെയ്യണം. എന്തോന്ന്? ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴിയെ കാണുന്നു. ആ കുട്ടിക്ക് ഞാനൊരു ജീവിതം കൊടുത്താലോ? എന്തോ? ഞാൻ ആ കുട്ടിയെ കല്യാണം കഴിച്ചാൽ അത് ഈ തെറ്റിനുള്ള പരിഹാരമാവില്ലേ? പിന്നെ അതും പറഞ്ഞ് വേഗം അങ്ങോട്ട് ചെല്ല്. അവള് മുഖത്ത് നോക്കി നല്ല ആട്ടാട്ടും. എന്തിന്? ഇത് ആ കുട്ടിക്ക് ഒരു ഹെൽപ്പ് ആവില്ല? പിന്നെ അച്ഛന്റെ പ്രായമുള്ള ഒരുത്തനെ കെട്ടുന്നതല്ലേ ഹെൽപ്പ്. അനാവശ്യം പറയരുത്. എനിക്ക് എന്താണ് ഒരു കുറവ്? കുറവല്ലല്ലോ, കൂടുതലായതല്ലേ പ്രശ്നം. അമ്മാവോ? അമ്മാവനാ? അമ്മാവൻ എപ്പോഴും ചുള്ളപ്പനാണെന്ന വിചാരം? പ്രായ കൂടുതൽ തോന്നുന്നുണ്ടോ? വല്ലാണ്ട്. ഏജ് ലേശം പുറത്തറിഞ്ഞു തുടങ്ങിയല്ലേ? ഒരുപാട്. പിന്നെ ആ കുട്ടിക്കൊരു ജീവിതം കൊടുക്കണമെന്ന് പറഞ്ഞത് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ ഞാൻ ഹെൽപ്പ് ചെയ്യാം. താങ്ക് യു. പക്ഷെ ആ കുട്ടിക്കോട് ഇഷ്ടമാണോ? അതൊക്കെ ഇഷ്ടാവും. അയാൾ ഞാനൊരു ജീവിതം കൊടുക്കാം. വലിയ റൊമാൻറ്റിക് ഹീറോ ആണെന്നാണ് വിചാരം. വള്ളി കളസ ഉടുപ്പിച്ച നഴ്സറി സ്കൂളിൽ ചേർക്കാം. നീ മാമുണ്ട് ചാച്ചുറങ്ങാൻ നോക്ക്. അതാ നമുക്ക് 2 പേർക്കും നല്ലത്. ഗുഡ് നൈറ്റ്. 10 വർഷത്തിന് മുമ്പ് നീ എന്നെ കണ്ടിരുന്നെങ്കിൽ അന്ന് ഇതിനേക്കാളും എനിക്ക് 10 വയസ്സ് കുറവായിരുന്നു. അല്ലെങ്കിൽ നിന്നോടൊക്കെ ഇത് പറയാൻ വന്ന എന്റെ തലയിൽ വേണം കല്ലെടുത്തിടാൻ. എന്താടാ ഇതെന്ത് പണ്ടാരാ? അപ്പുറത്താരാ താമസം? ആരുമില്ല. പക്ഷെ അടുത്ത കാലം വരെ ഇവിടെ പ്രേതശല്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ മാസം ഒരു ആക്സിഡന്റിൽ ആ പ്രേതം മരിച്ചുപോയി എന്നാ കേട്ടത്. ഇനി അതിന്റെ പ്രേതമായിരിക്കോ? ഇതേതാ ഈ മാസം? ഇത് ഏപ്രിൽ 3. വെറുതെ മനുഷ്യനെ പേടിപ്പിക്കാൻ. സമാധാനമായി. പ്രേതമൊന്നും ഇല്ല. ഇതിലോ അവന്മാരാ? കുരുടന്മാര് തല്ലുകാരോ? എന്താ പ്രശ്നം? എന്താ പ്രശ്നം? നീ ആരടാ? ഞാൻ ഹൗസ് ഓണറാ. ഹൗസ് ഓണറായിട്ടാ ഞങ്ങൾ ഞങ്ങളുടെ പണപ്പെട്ടി ഈ അലമാരയിൽ വെക്കേ. അയ്യോ ചേട്ടാ, അത് അലമാരയല്ല, ജനൽ, വിൻഡോ. ലൈറ്റ് ഇട്ടിട്ട് വേണ്ട ഇതൊക്കെ ചെയ്യാൻ. അവരവരുടെ വീട്ടിലാണ് നിൽക്കുന്നത്. അപ്പൊ ഞങ്ങളാ? നിങ്ങൾ നിങ്ങളുടെ വീട്ടിലും. എടോ, ഞങ്ങളുടെ വീട്ടിലിരിക്കുന്ന ഞങ്ങള് അവരുടെ വീട്ടിലിരിക്കുന്ന അവരെ പിന്നെ എങ്ങനെ പിടിക്കുന്നത്? ഇത് വലിയ പുലിവാലായല്ലോ.
ഇനി ഈ കഴുത്ത് നേരെ ആവുന്ന എനിക്കൊരു വിശ്വാസമില്ല. ദേ ഇമാതിരി സാധനങ്ങൾ ഇവിടെ താമസിപ്പിക്കാൻ പറ്റില്ല കേട്ടാ. ഇനി അവരെ കൊണ്ട് യാതൊരു ശല്യം ഉണ്ടാകില്ല. 2 ദിവസത്തിനകം സ്ഥലം മാറ്റിയേക്കാമെന്ന് ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ട്. ആ എന്നാ എല്ലാവർക്കും കൊള്ളാം. അവരെങ്ങോട്ടെങ്കിലും പിടിച്ച് മാറ്റ്. അവരെയല്ല, നിങ്ങളെ മാറ്റാനാ പറഞ്ഞത്. ഞങ്ങളാ അതങ്ങ് പള്ളി പറഞ്ഞാ മതി. ഇവിടുന്ന് ഞങ്ങൾ മാറുന്ന പ്രശ്നം അവന്മാരായിരുന്ന ആ ബസ് സ്റ്റാൻഡ് പാർട്ടിയാ. പിന്നല്ലാണ്ട് അവന്മാരെന്നെയാ ആ കോപ്പിറൈറ്റ് പാർട്ടി. വിജയ ചേട്ടാ വാ, അവന്മാർക്ക് കിട്ടേണ്ട പൊട്ടിച്ചിട്ട് ആ അടിക്കാനുള്ള ടൂൾസ് എടുത്തു. വേണ്ട ഏട്ടാ, എനിക്ക് അത്യാവശ്യമായിട്ട് ഉറക്കം വരുന്നു. എനിക്ക് എന്റെ ഉള്ള ഉറക്കവും പോയി. അയലത്തെ ജനലിലൊരമ്പിളി. ഹലോ 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 ഉം, ഹലോ ഹലോ എന്താ? ഹലോ ആ, എന്താ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. പറ. അത് 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 ഹോ, ഒന്ന് പറയടോ. അത് പിന്നെ പറഞ്ഞാ മതിയോ? അമ്മാവോ അമ്മാവാ അമ്മാവാ കാപ്പി എടുത്ത് വെച്ചിട്ടുണ്ട്. വേഗം പോയി കാപ്പി എടുത്ത് കുടിക്കാം അമ്മാവാ. അതെ, ഒരു തമാശക്ക് എല്ലാവരും എന്നെ അമ്മാവാന്നാ വിളിക്കാറ്. ഈ ഫാൻസി ഡ്രസ്സിൽ എനിക്ക് സ്ഥിരം അമ്മാവന്റെ വേഷമായിരുന്നു. അതുകൊണ്ട് അല്ലേടാ ചന്ദ്രു? ദേ വൈകിക്കണ്ട, കാപ്പി എടുത്ത് കുടിച്ചിട്ട് വേണം വാദത്തിന്റെ വായു കോപത്തിന്റെ ഒക്കെ മരുന്ന് കഴിക്കാൻ. ചെല്ലി പെട്ടെന്നാട്ടെ. ഒരു മിനിറ്റ് ഇങ്ങോട്ട് വന്നേ. അതെ, ഇത്രയും നാള് നമ്മൾ സമപ്രായക്കാരായിരുന്നല്ലോ. പെട്ടെന്ന് എവിടെ വന്നു ഈ അമ്മാവനൊക്കെ? ഇവിടെ നിന്ന് മഞ്ഞളരയ്ക്കാതെ വേഗം അകത്തേക്ക് പോകാൻ നോക്കൂ. അല്ലെങ്കിൽ വേണ്ട, ഈ 3 വേ ലവ് ഞാൻ മാറിത്തരാം. നീ ലവ് ചെയ്തു. അതാ നല്ലേ, ചെല്ലേ. ആക്ച്വലി ഞാൻ ഈ എന്താ മോളെ ഒരു ചൂച്ചു ശബ്ദം? ആ ഞാനും കേട്ടു, ആരോ വിളിക്കുന്ന പോലെ. അപ്പൊ നേരത്തെ ഹലോ ഹലോ എന്ന് വിളിച്ചത് അവന്മാരാണല്ലേ? അതെ. ആ അത് പറ. ഞാൻ വിചാരിച്ചു തൊട്ടടുത്ത് ടെലഫോൺ ബൂത്തായിരിക്കുമെന്ന്. വിജയ ചേട്ടാ വാ വാ. ഹലോ മാറ്റിയവൻ ചൂവാക്കി. ശബ്ദം പിടിച്ച് വേഗം പോടാ. നിന്നെ ഞാൻ ഏട്ടാ. അയ്യോ, എന്തിനാ വിളിക്കുന്നത്? ഞാൻ തന്നല്ലേ, ഞാൻ പിടിച്ചോ. ഈ ഏരിയ നിന്നാണ് വന്നത്. എന്താണ് മാഷ പ്രശ്നം? ഇപ്പൊ എന്താ പ്രശ്നാശാനെ? ഓണറെ, ഇവൻ ഞങ്ങളുടെ പെങ്ങളെ ഷൂ ഷൂന്ന് വിളിച്ചു. ഞാനല്ല, ഈ പമ്പിന്ന് വന്ന ശബ്ദ. പമ്പ? ആ പമ്പ്, കാറ്റടിക്കുന്ന മെഷീൻ, അതിന്റെ ശബ്ദമായി. പെണ്ണുങ്ങളെ വിളിക്കാനും മെഷീൻ ഇറങ്ങിയ? നീ അത് വെച്ച് ഞങ്ങളുടെ പെങ്ങളെയും വിളിക്കൂലടാ. ഇത് ശരിയാവില്ല കേട്ടാ. എന്റെ മാഷ, ഇത് സൈക്കിളിൽ കാറ്റടിക്കുന്ന പമ്പ. ദേ നോക്കിയേ, അവൻ സൈക്കിളിൽ കാറ്റടിക്കായിരുന്നു. അയ്യടാ പാവം, വെറുതെ അടികൊണ്ട്. അപ്പൊ പുറകുവശത്തൊന്ന് കാറ്റടിച്ചാലടാ. അന്നു നിന്നെ കണ്ടതിൽ പിന്നെ പോടാ. അനുരാഗമെന്താന്ന് ഒറ്റയിടി, കോരങ്ങൻ. ഞാൻ അറിഞ്ഞു. ആരാണത്? ഞാനാണ് ചേട്ടാ. പാട്ട് പാടിയത് ആരാന്ന്? അതാരാണ്? അയ്യോ വിജയ, ചേട്ടാ ഇന്ന് നമുക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റുമെന്ന് തോന്നണില്ല. ഈ വടി വടിവാളാക്കേണ്ടി വരുമെന്നാണ് തോന്നണത്. വാ. ആകാശവാണി, തിരുവനന്തപുരം, തൃശൂർ, ആലപ്പുഴ. ഇപ്പോൾ സമയം 10:10. റേഡിയോടാ. റേഡിയോ തല്ലിപ്പൊളിച്ചേന്. എന്നാ വാ, റെസ്റ്റ് എടുക്കാം. വാ. കട്ടിലെവിടെയാണ് ചേട്ടാ? വീട് വൃത്തിയാക്കുമ്പോൾ പെൺകുട്ടികൾ ശ്രദ്ധിക്കേണ്ട ഗാനങ്ങൾ, അതായത് പ്രണയ ഗാനങ്ങൾ. അന്നു നിന്നെ കണ്ടതിൽ പിന്നെ അനുരാഗമെന്തെന്നു ഞാനറിഞ്ഞു. അതിനുള്ള വേദന ഞാനറിഞ്ഞു. അന്നു നിന്നെ കണ്ടതിൽ പിന്നെ അനുരാഗം. നിന്റെ കൂടെ ഡ്യൂറ്റ് പാടാനല്ല ഞാൻ വന്നത്. നിനക്ക് അനുരാഗം വരുമ്പോ നീ ഓരോരോ ശബ്ദം ഉണ്ടാക്കും. അതിന്റെയൊക്കെ തല്ലുകൊള്ളുന്നത് ഞാനും. ഇനി നിന്റെ ഒരു ശബ്ദം അപ്പുറത്തെ കേൾക്കാൻ പാടില്ല. ഇങ്ങോട്ട് വന്നേ. ഈ ടേപ്പ് ഇരിക്കട്ടെ. മ്യൂസിക് കേട്ടോണ്ട് ജോലി ചെയ്യാൻ ഒരു പ്രത്യേക സുഖം. അടുക്കളയിൽ ഒരുപാട് പണിയുണ്ട്.
ചേട്ടാ വിജയ ചേട്ടൻ എന്തെടുക്കേണ് ഞാൻ മുറിക്കാണ്. മുറുക്കണ ദൈവമേ എന്ത് സാധനം ലൂസായത്? വെറ്റില മുറിക്കാടാ. ആ ചേട്ടാ എഞ്ചാടാ. ഈ ബാത്റൂം എവിടെയാണ്? നീ ഇപ്പൊ എവിടെയാണ്? ഞാൻ കട്ടിലിൽ കിടക്കേണ് ചേട്ടാ. മോനെ, ബാത്റൂം നിന്റെ അടുത്തേക്ക് വരണോ അതോ നീ ബാത്റൂമിലേക്ക് പോവോ? ഞാൻ ബാത്റൂമിലേക്ക് പൊക്കോളാം, എനിക്ക് അങ്ങനെ വലിയ ഭാവമൊന്നുമില്ല. എന്നാ നീ അവിടെ നിന്ന് എണീറ്റേ. എഴുന്നേറ്റാ. ആ എഴുന്നേറ്റ്. ഇനി ഒരു 4 സ്റ്റെപ്പ് മുമ്പോട്ട് നടക്ക്. ഇത് കസേരയല്ല ചേട്ടാ. കസേര എത്തിയാ? ആ എത്തി. റൈറ്റ്. ഒഴിച്ചോട്ടെ? ആ ഒഴിച്ചോ. എന്താ നീ ഒഴിക്കാൻ പോകുന്നത്? മൂത്രം. മൂത്രം ഒഴിക്കാൻ ബാത്റൂമിൽ പോടാ. അതല്ലേ ചോദിച്ചാ ബാത്റൂം എവിടെയാണെന്ന്. വലത്തോട്ട് പോടാ. വലത്തോട്ട്. ആ റൈറ്റ്. വലതുവശം റൈറ്റാന്ന് എനിക്കറിയാം. അറിയാലേ? ആ. ഇനി തിരിഞ്ഞോ. ആ തിരിഞ്ഞ്. തിരിഞ്ഞെങ്കിൽ നേരെ വെക്കും. നേരെ. നേരെ. ആ, നേരെ പോണേ. ഏയ്. ആ, ആ. ദേ, ദേ, ഇവിടെ കൊണ്ടുവന്നിട്ട്. അനാവശ്യം പറയുന്നു. അനാവശ്യം കാണിക്കാം, അനാവശ്യം ഒഴിക്കാൻ ചെയ്യാം. ഒറ്റ അടി. അടിക്കല്ലേ? ചന്ദ്രു, അറിഞ്ഞോണ്ടല്ലോ, അറിയാതെ പറ്റിയതല്ലേ. നിന്റെ അറിവില്ലാതെ എങ്ങനെയാ എത്രയും മൂത്രം പോണേ? തനിക്കെന്താ ഓട്ടോമാറ്റിക്കാ? മാറിക്കണങ്ങട് ചേട്ടനാ. എന്താടാ ബാത്റൂമിൽ? അതെ, ഞാൻ അറിയാതെ ഒരാളുടെ ദേഹത്ത് മൂത്രം ഒഴിച്ചു പോയി. കേട്ടല്ലോ, ഒരെണ്ണം അങ്ങോട്ട് പൊട്ടിക്ക്. ആള് മാറിപ്പോയി. എന്നെ തന്നെ തല്ലേ. ഇത് ഞാനാ പങ്കജാക്ഷൻ. ആള് മാറിയിട്ടില്ലടാ, നിന്നെ തന്നെയാണ് തല്ലിയത്. നീ എന്തിനാണ് ഞങ്ങളുടെ കുളിമുറിക്കൽ വിളിച്ചിരുന്നത്? കേൾക്കണില്ലേ? കുളിമുറിക്കറി ഒളിച്ചിരിക്കായിരുന്നു. ഇത് കുളിമുറി അല്ല. ആശാനെ, ഇത് കുളിമുറി അല്ല, ഞങ്ങളുടെ അടുക്കള. ആണോ? ഞങ്ങളുടെ കുളിമുറിയിലാണ് നിന്റെ കടിച്ചു വെച്ചിരുന്നത്. ഏട്ടൻ ഇവിടെ വന്നേ, എന്താ ഈ കാണിക്കുന്നേ? മോളെ, അവന്മാര് നമ്മുടെ കുളിമുറിക്കൽ വിളിച്ചിരിക്കുക. അയ്യോ ഏട്ടാ, ഇത് നമ്മുടെ കുളിമുറിയല്ല, ഇത് അവരുടെ വീടാ. ആ, ഇതെന്ത് പണ്ടാരോണ് ഓണറെ? അവരുടെ വീട് എന്തിനാ ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടു വെച്ചിരിക്കണത്? അയ്യോ ഏട്ടാ, അവരുടെ വീട്ടിൽ തന്നെയാ. നിങ്ങളാ ഇങ്ങോട്ട് കയറി വന്നത്. അപ്പൊ ഈ 2 വീടും തമ്മിൽ വേർതിരിവൊന്നും ഇല്ലല്ലേ? വിജയ, ചേട്ടാ ഇനിയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. ചേട്ടാ വിജയ, ഇനിയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. ആ. നമ്മുടെ പഴയ വടിയൊക്കെ ഒന്ന് മാറ്റണം. അതെ, മാറ്റണോ? എന്നിട്ട് ഒരു ഇരുമ്പൊലക്കെ മേടിക്കും. ചന്ദ്രു, വല്ലതൊക്കെ പറഞ്ഞു കൊടുക്കല്ലേ, ഇനി ഒലക്കേം കൊണ്ടിറങ്ങും. അതെ, സോറി. ഓടി. നിന്റെ ഈ ഏട്ടന്മാരുണ്ടല്ലോ, അവരെ വെറുതെ വിടുന്നു വിചാരിക്കണ്ട. ചന്ദ്രു, ആ കത്തി ഇങ്ങെടുക്ക്. ഏയ്, അതൊന്നും വേണ്ട. നിന്നോട് എടുക്കാനാ പറഞ്ഞത്. എന്തിനാടാ ഇപ്പൊ കത്തി? എന്റെ 2 കണ്ണും കുത്തിയെടുത്ത് യവന്മാർക്ക് ഓരോന്ന് വെച്ചു കൊടുക്കാനാടാ. ഇല്ലെങ്കിൽ യവന്മാരനെ തല്ലി കൊല്ലും. കൊള്ളുപടാ. നിന്നെ പോലുള്ള അലവരാധികൾ എവിടെ ചെന്നാലും തല്ലുകൊള്ളു. അതിന് ഞങ്ങളെ കുറ്റം പറയരുത്. നിങ്ങൾ വിചാരിക്കും പോലെ കുഴപ്പക്കാരൊന്നല്ല ഈ പിള്ളേര്. ദേ, ഈ പങ്കായച്ചനുണ്ടല്ലോ, ഇന്ന് വരെ ഒരു പെണ്ണിന്റെ മുഖത്ത് പോലും നോക്കില്ല. അറിയോ? ഒരു പെണ്ണും ഇതേവരെ എന്റെ മുഖത്ത് നോക്കിയിട്ടില്ല. അറിയോ? പക്ഷെ ഈ പയ്യൻ പങ്കായച്ചനെ പോലെയല്ല. ഹലോ. ആ, കാണാൻ മിടുക്കനാണ്, സുന്ദരനാണ്. ഏത് പെൺകുട്ടി കണ്ടാലും ഒന്നും നോക്കിപ്പോവും അല്ലേ? വിജയ്, ഏട്ടാ. പോകത്ത്. വിജയ്. ഓ ഏട്ടാ. അപ്പൊ പോയില്ലല്ലേ? ശ്ശോ, വിജയ്, എന്തോ ഏട്ടാ? ഓടിയകത്ത്. വിജയ്. ഇയാൾ എന്തുമാത്രം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ടെന്ന് അറിയാമോ? കേട്ടില്ലേ? ഒരുപാട് കവിതകൾ എഴുതി കൂട്ടി. കണ്ടില്ലേ? ഇതാണ് മഹായുവ കവി ചന്ദ്രഹാസൻ. പറഞ്ഞാൽ നിങ്ങൾ അറിയും. നിങ്ങൾ പാടുന്ന പാട്ടുകളില്ലേ, അതൊക്കെ ഇയാൾ എഴുതിയ കവിതകളാ. സത്യമാണോ ഈ പറയുന്നത്? ആ കവിതകളൊക്കെ എഴുതിയ കവി ചന്ദ്രഹാസനാണോ ഇത്? അതേന്ന്, ഈ ഏരിയയിലുള്ളവരൊക്കെ ചന്ദ്രന്റെ ആരാധകരാ. മാഷെ ക്ഷമിക്കണം കേട്ടാ. ഞങ്ങൾക്ക് ആളറിയില്ലായിരുന്നു മാഷെ. മാഷിന്റെ കവിത എന്ന് പറഞ്ഞ വിജിമോൾക്ക് ജീവനാ. വിജയ്, മോളെ ഇങ്ങോട്ട് വന്നേ. ഇതാരാണെന്ന് അറിയാമോ? ചന്ദ്രഹാസനാ. ഏട്ടാ, എന്താ മോളെ? ദേ ഇയാളുണ്ടല്ലോ. ഇയാളോ? മാഷെന്ന് പറ മോളെ. എന്താ മാഷെ ഒന്നും മിണ്ടാത്തെ? ഞങ്ങളോടുള്ള പിണക്കം മാറിയില്ലേ? ഞങ്ങൾക്ക് കണ്ണ് കണ്ടൂടല്ല മാഷെ. ഏയ്, എനിക്ക് പിണക്കൊന്നുമില്ല, സ്നേഹം മാത്രമേ ഉള്ളൂ. വാ മാഷെ, നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. വാ. വാ. മോളെ, മാഷക്ക് നല്ലൊരു ചായ ഉണ്ടാക്കി കൊടുക്ക്. നല്ല സ്ട്രോങ് ആയിക്കോട്ടെ, കുടിച്ചാ തല പെരിക്കണം.